നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10th ലെവൽ പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജ് ഇന്ന് 1:30 നടക്കാനിരിക്കെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഒഫീഷ്യലായിട്ട് ഒരു അറിയിപ്പ് വിട്ടിട്ടുണ്ട്. 1:30 മുതൽ 3:05 വരെ നടത്താനിരുന്ന 10th ലെവൽ പ്രിലിംസിന്റെ സെക്കൻഡ് സ്റ്റേജ് സാങ്കേതിക കാരണങ്ങളാൽ റദ്ദാക്കിയിരിക്കുന്നു. എല്ലാവരും പരീക്ഷാ ഹാളിന്റെ മുമ്പിൽ പോയിരുന്നപ്പോഴാണ് ഇത് പലരും അറിഞ്ഞത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യം, ആലപ്പുഴ ജില്ലയിൽ ഏതോ ഒരു സ്കൂളില് സെക്കൻഡ് സ്റ്റേജിന്റെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് സ്റ്റേജുകാർക്ക് കൊടുത്തു എന്നുള്ളതാണ്. അപ്പം ഫുള്ളായിട്ട് ക്യാൻസൽ ചെയ്യുവോ, രാവിലത്തെ എക്സാം ക്യാൻസൽ ചെയ്യുവോ എന്നുള്ളതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അതിന്റെ അറിയിപ്പൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇൻഫോം ചെയ്യുന്നിടം വരെ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. PSC ഒഫീഷ്യലായിട്ട് അറിയിക്കും. അപ്പൊ ഇന്ന് നടന്ന 10th ലെവൽ പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ്. നമുക്ക് വേഗത്തിൽ ഒന്ന് ആൻസർ നോക്കാം. മിക്ക ക്വസ്റ്റ്യൻസും SCRT NCRT ബേസ് ചെയ്ത് തന്നെയാണ് വന്നത്. ഒരു വലിയ കുഴപ്പമില്ലാത്ത എക്സാം ആണെന്ന് കണ്ടിട്ട് തോന്നി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി കൊൽക്കത്തയാണ് കേട്ടോ. 2, തൃശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരിയായിരുന്നു ശക്തൻ തമ്പുരാൻ. എല്ലാവർക്കും അറിയാം, ആധുനിക ശില്പിയായിട്ട് തൃശൂർ നഗരത്തിന്റെ ആധുനിക ശില്പി ശക്തൻ തമ്പുരാനാണ്. മൂന്നാമത്തത് ലോഹങ്ങളുടെ രാജാവ്. ഓപ്ഷൻ എ സ്വർണം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി ന്യൂഡൽഹിയിലാണ്. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹയായത് ഓപ്ഷൻ ബി പ്രഭാവർമ്മ. കേരള സർക്കാരിന്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, GV രാജ അവാർഡ്. കേരള കായിക രംഗത്തെ ഏറ്റവും വലിയ ബഹുമതിയാണ്. 7, 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? ഏപ്രിൽ 10-ാം തീയതി ആയിരുന്നു അല്ലെ? 2026 ഏപ്രിൽ 10. രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ്? ഓപ്ഷൻ ഡി ആണ്, ശ്രീനാരായണ ഗുരു. പ്രാചീന മലയാളം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെയാണ്. 10, രാഷ്ട്രപതി ദ്രൗപദി മുർമു എവിടുത്തുകാരിയാണെന്ന് എല്ലാവർക്കും അറിയാം? ഓപ്ഷൻ ഡി ഒഡീഷയാണ്. ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിൽ നിന്നുള്ള വ്യക്തി അല്ലെ? 11, മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ സംസ്ഥാനമാണ്? ഓപ്ഷൻ ബി മിസോറാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽപാത ഏതാണ്? ഓപ്ഷൻ ബി ആണ്, സൺ ഗാർഡൻ പാത. ഇന്ത്യയിലെ വാതോർജ നിലയം എന്ന് പറയുന്നത് ലംബയാണ്. ലംബ, ഓപ്ഷൻ എ ലംബ. ഹിമാലയത്തിലെ ലവണ ജല തടാകമാണ്? ഓപ്ഷൻ ഡി റാക്കാസ്. പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാ താഴ്വരയും സിന്ധു താഴ്വരയും ബന്ധിപ്പിച്ചിരുന്ന പാതയാണ്? ഓപ്ഷൻ എ ആണ്, ഷാഹി പാത. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണ ശാലയാണ്? ഓപ്ഷൻ ബി ദിഗ്ബോയ്. ജലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏതാണ്? ഓപ്ഷൻ എ വൂളാർ. സമാധാനത്തിന്റെ പാലം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ്, അമാൻ സേതു. പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്? ഓപ്ഷൻ ബി ആണ്, ഉത്തരാഖണ്ഡ്, ഹിമാലയം. ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ്, ധാർവാർ ശിലകൾ. 21, ഏത് സത്യാഗ്രഹത്തിന്റെ പ്രചാരണ സമയത്താണ് നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന വിളിപ്പേര് വല്ലഭായ് പട്ടേലിന് കിട്ടിയത്? ഓപ്ഷൻ സി ആണ്, ബർദോളി സത്യാഗ്രഹം. ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ്, ഒന്നാം സ്വാതന്ത്ര്യ സമരം. 23, ഡോക്ടർ KN രാജുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളതെന്നാണ് ചോദ്യം? ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉം തെറ്റാണ്, ബാക്കി 2എണ്ണം ശരിയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ്, അരുണ ആസിഫ് അലി. ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെ? ഓപ്ഷൻ ബി ആണ്, 1ഉം 3ഉം തെറ്റാണ്. അതായത് വ്യവസായികളും ആസൂത്രണത്തിനെതിരായിരുന്നു, അത് തെറ്റാണ്. അതുപോലെ ആഗോള മൂലധന നിക്ഷേപത്തിനായിട്ട് വാദിച്ചു, 2 സ്റ്റേറ്റ്മെന്റ് തെറ്റ്. 26, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലായിരുന്നത് ആരാണ്? ഓപ്ഷൻ ബി ക്യാപ്റ്റൻ ലക്ഷ്മി. 27, സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രിയായിരുന്നു? ഓപ്ഷൻ സി റാഫി അഹമ്മദ് കിദ്വായി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെ ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണം എന്തായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉം 3ഉം ആണ്. വിഘടനവാദം ഭീഷണി ഇല്ലാതാക്കാനും രാജ്യത്തിന്റെ ഐക്യം കാത്തുസൂക്ഷിക്കാനും. 29, 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ എ 1ഉം 2ഉം ആണ് ശരി. ഇന്ത്യയുടെ ഐക്യം എന്ന സങ്കല്പത്തിന് കരുത്തേകി. അതുപോലെ പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളിലെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു. 30, താഴെ പറയുന്നവയിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ വിമർശകനായിരുന്ന വ്യക്തി ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, സി രാജഗോപാലാചാരി. 31, ചൂഷണത്തിൽ നിന്ന് മോചനം നേടാനുള്ള അവകാശങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന? ഓപ്ഷൻ ഡി ആണ്, 2ഉം 4ഉം. 32, ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ഓരോ ഇന്ത്യൻ പൗരന്റെയും മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണെന്ന് എഴുതുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. അടുത്ത ഭരണഘടനയുടെ പാർട്ട് 4A പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഓപ്ഷൻ ബി യെ പറ്റിയിട്ടാണ്. ഏതാണ്? മൗലിക കർത്തവ്യം. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെ വെച്ചിട്ടായിരുന്നു? ഓപ്ഷൻ സി ആലുവ.
ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. ഓപ്ഷൻ ഡി. അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഏതാണ്? സിറ്റിസൺ ഫോർ ഡെമോക്രസി. 37 വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. കോടതി പരിഗണനയിലുള്ള വിവരങ്ങൾ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാവുന്ന വിവരങ്ങൾ എന്നിവ വെളിപ്പെടുത്തരുതെന്നാണ് അല്ലെ. അതുപോലെ ഉദ്യോഗസ്ഥർ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ വിവരങ്ങൾ നൽകിയെന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നത് വരെ ഉദ്യോഗസ്ഥരിൽ നിന്ന് 150 ആണോ? അല്ല, 250 രൂപയാണ് അല്ലെ. അപ്പൊ അത് തെറ്റാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാമാണെന്നാണ് ചോദ്യം. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി എല്ലാം. ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ച ഡേറ്റ് എന്നാണ്? 1947 ജൂലൈ 22. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിലവിൽ ആരാ? വിശ്വാസ് മേത്ത. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രമാണ്? ഓപ്ഷൻ ബി തെന്മല. അടുത്തത് തട്ടേക്കാട് പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി എറണാകുളം ജില്ലയില്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. 5 വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, വാണിജ്യ സംഘം. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇവരിൽ ആരെയാണ്? ഓപ്ഷൻ ഡി ആണ്, JC ഡാനിയൽ. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പമാണ്? ഓപ്ഷൻ എ കണിക്കൊന്ന. പ്രാചീന തുറമുഖമായ മുസിരിസ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. മുസിരിസ് ഈ പറയുന്നവയിൽ ഏത് സ്ഥലമാണ്? കൊടുങ്ങല്ലൂർ. തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം. ആസാമിൽ 79ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ആരാണ്? ഓപ്ഷൻ എ ആണ്, കേരളം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ്? എപ്പോഴും ചോദിക്കും, പള്ളിവാസൽ. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകനാണ്? ഓപ്ഷൻ സി IM കാളി. ആഴമീറുന്നിൻ മഹസാ മാഴിയിൽ ഞങ്ങളാകവേ ആഴണം, വാഴണം നിത്യം വാഴണം, വാഴണം സുഖം. ഇത് ആരുടെ ഏതിലെ വരികളാണ്? ആരുടെയാണ് നമുക്കറിയാം. ഏതിലെയാണ്? ദൈവദശകം. ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം. ഇത് മാത്രമാണ് ശരിയായിട്ടുള്ള ജോഡി. 55 സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 55 ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തില് നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുതെടുപ്പ് കലാപം. എപ്പോഴും ചോദിക്കും. ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. കുളച്ചൽ യുദ്ധത്തിന് ശേഷം തിരുവിതാംകൂർ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായി മാറിയത് ആരായിരുന്നു? ഓപ്ഷൻ എ ഡിലനോയ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നടന്ന ഗോത്രവർഗ കലാപങ്ങളിൽ പെടാത്തത്? ഓപ്ഷൻ ബി ആണ്, മാപ്പിള കലാപം. പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണങ്ങൾ പെടുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1ഉം 3ഉം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം, വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കം. താഴെ തന്നിരിക്കുന്നതിൽ പരസ്പര ബന്ധമില്ലാത്തത്? മാവിലത്തോട് വേലുത്തമ്പി തളവ, മണ്ണടി പഴശ്ശിരാജ, അതുപോലെ ക്വിറ്റ് ഇന്ത്യ കീഴരിയൂർ ബോംബ് കേസ്, മാപ്പിള ലഹള, കാർഷിക മുന്നേറ്റം. ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉം. ഇങ്ങോട്ടും വരണ്ടേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സംഭവങ്ങളുടെ ശരിയായ കാലഗണന ക്രമം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അതായത് ആദ്യം കുണ്ടറ വിളംബരം. എന്നാ കുണ്ടറ വിളംബരം? 1809 കുണ്ടറ വിളംബരം. കുറിച്യ ലഹള 1812 പൂക്കോട്ടൂർ ലഹള 1921, മൊറാഴ 1940. 61 കണ്ടൽക്കാടുകൾക്കിടയിൽ എന്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? ആരുടെയാണ്? ആൻസർ വരുന്നത് കല്ലേൽ പൊക്കുടൻ അല്ലെ. കല്ലേൽ പൊക്കുടൻ പ്രശസ്ത കണ്ടൽ സംരക്ഷകന്റെ ആത്മകഥ. അടുത്തത് ഓപ്ഷൻ സി ആണ് ആൻസർ. മനുഷ്യശരീരത്തിലെ ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് നമ്മുടെ ദൈനംദിന ഉറക്കത്തെയും ഉണരലുകളെയും നിയന്ത്രിക്കുന്നത്? മെലാട്ടോണിൻ ആണ്. അപ്പം അടുത്തത് 63 ഡോട്ട്സ് ഏത് രോഗത്തിന്റെ ചികിത്സയാണ്? ക്ഷയമാണ് ആൻസർ വരുന്നത് അല്ലയോ. ഡോട്ട്സിന്റെ ഫുൾ നെയിം എന്താ? ഡയറക്ട്ലി ഒബ്സർവ്ഡ് തെറാപ്പി ഷോർട്ട് കോഴ്സ്. അടുത്തത് 64 രോഗങ്ങളെ പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ള ടിഷ്യൂ മാതൃകയെ വിളിക്കുന്ന പേരാണ്? ഓപ്ഷൻ ഡി ഓർഗനോയിഡ്. 65 മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ അറിയപ്പെടുന്ന പേരാണ്? ഓപ്ഷൻ ഡി ബയോ റെമഡിയേഷൻ. 66 ഭാഗ്യലക്ഷ്മി ഏത് സസ്യത്തിന്റെ സങ്കര ഇനമാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി പയർ. 67 വായുമലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങളാണ്? ഓപ്ഷൻ എ ലൈക്കൻസ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ കാരണവും ശ്രദ്ധാപൂർവം വായിച്ചിട്ട് ഉത്തരവിടുക. മികച്ച ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ശാസ്ത്രജ്ഞനും കർഷകരും കൃത്രിമ പരാഗണം നടത്തും. അതാണ് പ്രസ്താവന, സ്റ്റേറ്റ്മെന്റ്. റീസൺ പറയുന്നത് ആൺപൂവിലെ പരാഗരേണുക്കൾ അനുയോജ്യമായ പെൺപൂവിന്റെ തന്തുകത്തിൽ വീഴുമ്പോഴാണ് മികച്ച ഫലം ഉണ്ടാവുന്നത്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. എ ശരിയാണ്, 6 തെറ്റാണ്.
താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം എഴുതുക. കട്ടി കൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ. ഒറ്റനിര കോശങ്ങൾ മാത്രമുള്ളതും ഭിത്തിയുള്ളതും കുറഞ്ഞ മർദ്ദത്തിലും കുറഞ്ഞ വേഗത്തിലും രക്തം ഒഴുകുന്നതുമായ രക്തക്കുഴലുകളാണ് സിരകൾ. കട്ടി കുറഞ്ഞ ഭിത്തിയുള്ളതും വാൽവുകൾ കാണപ്പെടുന്നതും ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നതുമായിട്ടുള്ള കുഴലുകളാണ് ലോമികകൾ. അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്ന രക്തക്കുഴലുകളാണ് പോർട്ടൽ സിരകൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എയും ഡിയും ശരിയാണ്. ഓക്കെ, അതായത് ധമനികൾക്ക് കട്ടിയുള്ള ഭിത്തിയുണ്ട്. പോർട്ടൽ സിരകൾ അവയവങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒന്നാണ്. അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. മനുഷ്യ ശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, വൈറ്റമിൻ ഡി ആണ്. അടുത്തത് പവറിന്റെ SI യൂണിറ്റ് വാട്ട് ആണ്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിൽ സൂചിപ്പിക്കുന്നു. എന്നാൽ ഒരു കുതിരശക്തി എത്രയാ? ഓപ്ഷൻ ബി 746. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ അറ്റോമിക മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് റേഡിയം. ഓപ്ഷൻ ബി റേഡിയം. അടുത്തത് ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി സിലിക്കൺ. കലാമിന് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഓപ്ഷൻ സി സിങ്ക് ആണ്. അടുത്ത താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ആവൃത്തിയുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് 2000. അടുത്ത C12, C13, C14 എന്നിവ കാർബണിന്റെ പ്രകൃതിദത്ത ഐസോടോപ്പുകളാണ്. ഇതിൽ സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബൺ ഐസോടോപ്പ് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതാണ്? ഓപ്ഷൻ എ C12. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സ്ഥിതികോർജം. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും അധികം ആകുന്ന താപനിലയാണ്? ഓപ്ഷൻ സി ആണ്, 4 ഡിഗ്രി സെൽഷ്യസ്. ഇവയിൽ ഏതാണ് പ്രകൃതിദത്ത പോളിമർ? ആൻസർ ഓപ്ഷൻ ബി സെല്ലുലോസ്. ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ഉൽപ്പതനം, സബ്ലിമേഷൻ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ GK ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇതിന്റെ ആൻസേഴ്സ് കൂടെ പറയാം. 81 ആൻസർ ഓപ്ഷൻ ബി ആണ്. 82 ആൻസർ ഓപ്ഷൻ എ ആണ്. 83 ആൻസർ ഓപ്ഷൻ ബി. 84 ആൻസർ ഓപ്ഷൻ സി ആണ്. 85 ആൻസർ ഓപ്ഷൻ സി ആണ്. 86 ആൻസർ ഓപ്ഷൻ വരുന്നത് ബി ആണ്. 87 ആൻസർ ഓപ്ഷൻ സി. 88 ഓപ്ഷൻ ബി ആണ്. 89 ഓപ്ഷൻ ഡി. 90 ഓപ്ഷൻ ബി. 91 ഓപ്ഷൻ ബി. 92 ഓപ്ഷൻ ഡി. 93 ഓപ്ഷൻ ബി ആണ്. 94 ഓപ്ഷൻ എ ആണ്. 95 ഓപ്ഷൻ ഡി. 96 ഓപ്ഷൻ ബി. 97 ഓപ്ഷൻ സി. 98 ഓപ്ഷൻ ഡി. 99 ഓപ്ഷൻ സി. 100 ഓപ്ഷൻ സി. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.